വയനാട് പുനരധിവാസത്തെക്കുറിച്ചും വെലങ്ങാട് പാക്കേജിനെക്കുറിച്ചും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി കോൺഗ്രസ്. പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. വയനാട്ടിൽ 100 വീടുകൾ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷവുമായി ചർച്ച നടത്താമെന്ന് സർക്കാർ സമ്മതിച്ചിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന്, സാധാരണ നിലയിൽ വീടും സ്ഥലവും കൊടുക്കുന്നതിന് പകരം കമ്മ്യൂണിറ്റി ലിവിങ്ങിന് സാധ്യമാകുന്ന തരത്തിൽ ടൗൺഷിപ്പ് മാതൃക സ്വീകരിക്കണം. ഗ്രാമങ്ങളിൽ നിന്ന് ചിതറിപ്പോയവരെ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരണം. കൃഷിക്കും സൗകര്യം നൽകണം. 2, എല്ലാ തരത്തിലുള്ള കടങ്ങളും എഴുതിത്തള്ളണം. കൃഷി നശിച്ച് വാഹനങ്ങൾ തകർന്ന വീടുകൾ ഒലിച്ചുപോയി. ഇതിനൊക്കെ എടുത്ത ലോണുകൾ ഇനി തിരിച്ചടയ്ക്കാൻ പറ്റില്ല. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ നൽകിയ വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ളവ എഴുതിത്തള്ളണം. 3, ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ പാക്കേജ് ഉണ്ടാകണം. ചില കുടുംബങ്ങളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ചിലയിടങ്ങളിൽ മുതിർന്നവർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. വരുമാനമുണ്ടാക്കുന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ട് ഓരോ കുടുംബത്തെയും പ്രത്യേകമായി പരിഗണിച്ച് മൈക്രോ ലെവൽ പാക്കേജ് നടപ്പിലാക്കണം. 4, ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പരിഗണിച്ചേ മതിയാകൂ. പൂർണ്ണമായും ശാസ്ത്രീയമായ പരിശോധനയും പ്രോൺ ഏരിയ മാപ്പിങ്ങിനും മുന്നറിയിപ്പും സംവിധാനങ്ങളും കൊണ്ടുവരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളും കാലാവസ്ഥാ വകുപ്പുകളും കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനങ്ങളും യോജിച്ച് പ്രവർത്തിക്കണം. സമഗ്ര ഏകോപനത്തിന് സംവിധാനം ഉണ്ടാകണം. കേരളം അപകടത്തിലാണെന്ന് കണ്ടുകൊണ്ടുള്ള ദുരന്ത നിവാരണ സംവിധാനം കൊണ്ടുവരണം. വിലങ്ങാട് മേഖലയിൽ 24 ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് ഔദ്യോഗികമായ കണക്ക്. 40ഓളം ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഗുരുതരമായ ആഘാതമാണ് ഒരു ഗ്രാമത്തിൽ ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. 150-ലധികം വീടുകൾ വാസയോഗ്യമല്ലാതായി. 350 ഹെക്ടർ കൃഷി നശിച്ചു. 116 ഹെക്ടർ സ്ഥലത്ത് ഇനി കൃഷി ചെയ്യാൻ സാധിക്കില്ല. 25 റോഡുകൾ തകർന്നു. 7 പാലങ്ങൾ ഇല്ലാതായി. കുടിവെള്ള പദ്ധതികൾ നിലച്ചു. വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് മുഖ്യമന്ത്രിക്ക് നൽകി. വിലങ്ങാട് പ്രത്യേക പാക്കേജ് വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വികസന പദ്ധതികൾ തീരുമാനിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന ഘടകമാക്കണം. നയരൂപീകരണത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയ പ്രാധാന്യം നൽകണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിയമനിർമ്മാണം നടത്തുന്നതും പരിഗണിക്കണം. രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സർക്കാരുമായി സഹകരിച്ചതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കും.